പാഠപുസ്തകം മുതലേ കേട്ടു തുടങ്ങിയതാണ് കുത്തബ് മിനാർ. ഇപ്പോഴത്തെ മത്സര പരീക്ഷകൾക്കൊക്കെ വന്നും പോയി ഇരിക്കുന്നു ഈ കുത്തബ് മിനാർ. പണിയാൻ തുടങ്ങിയതാര്, പണി കഴിപ്പിച്ചതാര്, ഇങ്ങനെയുള്ള ചോദ്യ രൂപത്തിലാണ് കുത്തബ് മിനാർ ഉള്ളത്. ഒടുവിൽ അത് കൺമുന്നിൽ ദേ ഇപ്പോൾ രൂപമാർന്നു നിൽക്കുന്നു. സുൽത്താനേറ്റിലെ അടിമവംശത്തിലെ കുത്തബ്ദീൻ ഐബക് പണി തുടങ്ങിയ ഈ മിനാരം പൂർത്തിയാക്കിയത് ഇൽത്തുമിഷാണ്. പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഈ ടവറിന് സമീപമായി കുത്തബ്ദീൻ ഐബക് പണി കഴിപ്പിച്ച ക്വാത്തുൽ മോസ്കുമുണ്ട്. അവിടെയുള്ള ഇൻസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയ പ്രകാരം 27ഓളം ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഇത്ര ഈ പള്ളി പണിതിരിക്കുന്നത്. ഈ മോസ്കിന്റെ തെക്കേ ഗോപുരവാതിൽ, അതായത് അലൈ ദർവാസ, പണി കഴിപ്പിച്ചിരിക്കുന്നത് സുൽത്താൻമാരിലെ ഖിൽജി വംശത്തിലെ അലാവുദ്ദീൻ ഖിൽജിയാണ്. മാത്രമല്ല കുത്തബ് മിനാറിന്റെ ഇരട്ടിയുള്ള ഒരു മിനാരം ഇവിടെ അടുത്ത് പണിയാനായി അലാവുദ്ദീൻ ഖിൽജി ശ്രമിച്ചെങ്കിലും ഒരു നില മാത്രമേ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. കുത്തബ്ദീൻ ഐബക്കിന്റെ പേരിലാണെന്നും അതല്ല ഇൽത്തുമിഷിന്റെ പ്രിയപ്പെട്ട സൂഫി സന്യാസിയായ കുത്തബ്ദീൻ ബക്തിയാർ കാക്കിയുടെ പേരിലാണെന്നും അറിയപ്പെടുന്നു ഇതിന്റെ നാമം. പണ്ടൊക്കെ ഈ കുത്തബ് മിനാർ അകത്ത് കയറി സന്ദർശിക്കാനും ഇതിന്റെ മുകളറ്റം വരെ പോകാനും ഒക്കെ സാധിക്കുമായിരുന്നു. എന്നാൽ ഒരുപാട് പേര് കുത്തബ് മിനാറിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് കൊണ്ട് അത് നിർത്തലാക്കുകയായിരുന്നു. ഒന്നാമത്തെ നില വരെ അകത്ത് കയറി സന്ദർശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. 1981 വൈദ്യുതി നിലച്ച സമയത്ത് കുത്തബ് മിനാറിനകത്ത് ആകെ ഇരുട്ട് നിറയുകയും അതിനകത്തുള്ള തിക്കും തിരക്കിലും കാരണം നിരവധി പേർ മരിക്കുകയും ചെയ്തു. അതോടെ കുത്തബ് മിനാറിനകത്ത് കയറിയുള്ള സന്ദർശനം അനുവദനീയമല്ല. ഞാൻ ഉൾപ്പെടെയുള്ള 90s കിഡ്സ് ഒന്നും കുത്തബ് മിനാറിന്റെ ഉൾവശം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ടവറായി കുത്തബ് മിനാർ ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്.